ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് ഒരു ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം പോകരുത്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ പറയുന്നു, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ പ്രസ് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. കുറച്ച് വിശേഷം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഒന്നും കേട്ടോ, പുറത്തൊരിച്ചിരി വിശേഷങ്ങൾ, പിന്നെ നമ്മുടെ ടിപ്സുമാണ്. അപ്പം അത് എന്നാന്നുള്ളതായിരിക്കും. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ട എന്നായിരുന്നു, നമ്മുടെ ചുണ്ടിന് കറുപ്പ് മാറാനുള്ളതാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കളർ നമുക്ക് കിട്ടും, അതിന് വേണ്ടിയായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് ചുണ്ട് ചുമക്കാനുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഈ ലിപ്സ്റ്റിക്കും പിന്നെ ലിപ് ബാമും ഒക്കെ അലർജി ആയിട്ടുള്ള ഒത്തിരി പേര് കാണും. എനിക്ക് അങ്ങനെയാണ് ചുണ്ട് കറുത്തത്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിന് പകരമായിട്ട് നമ്മുടെ ചുണ്ട് കറക്കത്തുമില്ല, ഒന്നുമില്ല. നമുക്ക് അതിനുള്ള ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ സാധാരണ എല്ലാവരും ഡെപ്പിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ അതിനെങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം കേട്ടോ. ബോട്ടിൻ്റെ സംഭവമൊക്കെ ഉണ്ടാക്കാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട കേട്ടോ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ ഇതുപോലൊരു ബീട്രൂട്ടാണ് എടുക്കുന്നത്. ഇത്രയും ഒരു ഇതായിട്ടുള്ള ബീട്രൂട്ട്. ഇത് നല്ല കളറുള്ള ബീട്രൂട്ടാണേ. നല്ല ഇതുണ്ട്, എൻ്റെ കയ്യൊക്കെ ഉണ്ടോ, നല്ല കളറുള്ള ബീട്രൂട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കട്ടെ. ഇതുപോലെ ചെറിയ പീസുകളാക്കിയതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. വെള്ളം വേണേൽ ഒരു ശകലം വെള്ളം ചേർക്കാം, ഒരുപാട് വെള്ളം ചേർക്കല്ല. ഒരു ശകലം വെള്ളം വേണമെങ്കിൽ ചേർക്കുക, വേണ്ടെങ്കിൽ അല്ലാതെ തന്നെ അതിന് ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസിൻ്റെ ഇതിൽ നമ്മൾ ഒരു നീരിനകത്ത് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അരച്ചെടുക്കുക, അതല്ലെങ്കിൽ ഒരു ശകലം വെള്ളം ചേർക്കാവുള്ളൂ. ഇച്ചിരി വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഞാൻ ബീട്രൂട്ട് ഒരു ശകല വെള്ളം ചേർത്തിട്ടുള്ളേ, നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ. ഇതിൻ്റെ നീര് മാത്രം മതി, ജ്യൂസ് മാത്രം. ഇത് നല്ല കളറുള്ള ബീട്രൂട്ടാണ്. ഞാനിതെല്ലാം ഒന്ന് മൊത്തം ഒന്ന് ഇതുപോലെ പിഴിഞ്ഞെടുക്കട്ടെ. പിഴിഞ്ഞ് അരിച്ച് ഇതിപ്പോൾ ഞാൻ മൊത്തം അരിച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ കണ്ണുള്ള അരിപ്പയിലാണ് അരിച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് ഇതുപോലൊരു വെള്ള തുണിക്കകത്ത് അരിച്ചെടുക്കണേ. ശകലം പോലും തരി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. പാത്രത്തിൽ ഒരു ശകലം കൂടെ വെള്ളവും കൂടെ ചേർത്ത് ഇതുണ്ട്. നമ്മൾ അരിപ്പയിൽ അരിച്ചാലും ഇതുപോലെ ചെറിയ തരികൾ കാണും, അത് മാറാൻ വേണ്ടിയാണേ. ഇപ്പോൾ അതിനകത്തൊരു ശകലം പോലും തരിയില്ലാത്താണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത്രയും ജ്യൂസുണ്ട്, ഇത്രയും. ഇനി ഇത് ഇതുപോലൊരു ഇച്ചിരി കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് വെച്ച് നമുക്ക് കുറുക്കിയെടുക്കണം. ഈ വെള്ളം എല്ലാം പറ്റിച്ചെടുക്കണം. ഇതിപ്പം തീ കുറച്ചിട്ടേക്കുവാണേ. ചെറിയ തീയിൽ ഇങ്ങനെ നമുക്ക് ഒത്തിരി തീ കൂട്ടിയിട്ടെടുക്കണ്ട, കുറേശ്ശെ ഒന്ന് ഒരു ചെറുതായിട്ട് തീ കൂട്ടിയിട്ടും കുറച്ചും അങ്ങനെ വേണേ. ഇതിപ്പോൾ വെള്ളം എല്ലാം ഇങ്ങനെ പറ്റി ഇത് ഇച്ചിരി കാണുള്ളൂ. നമ്മൾ എത്ര എടുത്താലും ഉണ്ടല്ലോ, ഒരു ശകലമേ കാണുള്ളൂ. ഇത് ഇനിയും കുറുകാനുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ കുറുകണം. നല്ലപോലെ ഒന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകണം. ഇത് നല്ലപോലെ പറ്റി, ഇത് കണ്ടോ ശരിക്കും കുറുകിയേ. വേണ്ട തിക്കായി
ഇത്രയും തിക്കാകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്തേക്കണേ. ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്ന ഒരു ശകലം നെയ്യ്. ഇതിപ്പോൾ നമുക്ക് ശകലമേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് നെയ്യ് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുള്ളേ. ഇച്ചിരിമേ ഉള്ളൂ. നമുക്കിത് ചെറിയൊരു ചൂടോട് കൂടിയാണ് ഞാൻ ഇതിനകത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ശകല ഗ്ലിസറിനും കൂടെ. ഇത് നമുക്ക് ശകലമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത്രയും ജ്യൂസ് എടുത്തിട്ട് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കേട്ടോ, ഒന്നുമില്ല, ഇച്ചിരിയേ ഉള്ളൂ. ഇനി തണുക്കട്ടെ. ഇത് ഞാൻ ആ ചെറു ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റിക്കിനകത്തേക്ക് ഞാനിങ്ങനെ മുഴുവനും ഇതിനകത്ത് നിന്നെടുത്ത് വടിച്ചൊഴിക്കുവാണേ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിനകത്താണ് ഞാൻ ഒഴിച്ച് വെച്ചത്. അപ്പം ഇത് കണ്ടോ, ശകലമേ ഉള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ. അത്രയും ജ്യൂസ് എടുത്തിട്ടൊരു ശകലമേ കിട്ടിയുള്ളൂ. ഞാൻ പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഇതാക്കി നോക്കിയത്. നമ്മൾ ഉണ്ടാക്കി കൊള്ളുമോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ചുണ്ട ഞാൻ ചുമ്മാ തൂത്ത് നോക്കി കേട്ടോ, നല്ല കളറുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് അതിപ്പോൾ എടുത്തേക്കുന്നത്. എന്നിട്ട് തൂത്ത് നോക്കട്ടെ. കണ്ടോ, ഞാൻ കളറാണെന്നറിയാമോ നോക്കി, ഭയങ്കര കളറ്. മുഖത്തിന് തന്നെ ഒരു വേറെ പ്രത്യേകത ഇതായി കേട്ടോ, കളർ മാറിയപ്പോഴത്തേക്ക്. അപ്പം ഇത് കെമിക്കലൊന്നും ഇല്ലാത്തതാണ്. അപ്പം നമുക്കത് ഉപയോഗിക്കാൻ കൊള്ളാം. ഇങ്ങനെ ചുണ്ട് കറക്കുന്ന ഒന്നും പേടിക്കേണ്ട. അപ്പം ഇത് ഒരുപാട് നമ്മുടെ ചുണ്ടിൽ ഇതാവുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാനായിരുന്നു ഞാൻ ഓർത്തത്. പക്ഷേ ടിഷ്യൂ പേപ്പർ ഒന്നും ഇല്ലെന്നേ. ആ പിള്ളേരത് മൊത്തം തീർത്ത് വെച്ചു. ഇപ്പോൾ ഇത് വെള്ളത്തുണിയാണിത്. ഇത് കേട്ടോ, അപ്പോൾ തുടച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടോ, ഒത്തിരി പോത്തൊന്നുമില്ല കേട്ടോ, കുറച്ച് നമ്മുടെ ചുണ്ടിൽ തന്നെ ഇരിക്കും. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ, നല്ല ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ ചുണ്ട് കറക്കുന്നതിനുള്ള ഒരു സംഭവം പറഞ്ഞില്ലേ, അതും ചെയ്യണം. എന്നിട്ട് ഇത് എവിടെയെങ്കിലൊക്കെ നമുക്ക് പോകുമ്പോഴാണെങ്കിലും അത്യാവശ്യം നമ്മുടെ ചുണ്ടിന് ഇച്ചിരി കളർ വേണം തോന്നിയാൽ ഇതൊന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പം നല്ല ഇതായിട്ട് കളറായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം മനസ്സിലായല്ലോ നമ്മുടെ ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് ഒത്തിരി പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നായിരിക്കും, പക്ഷേ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വീഡിയോയിലൂടെ കാണിച്ചത്. അറിയാത്തുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. യാതൊരു കെമിക്കലും ഇല്ല, അടിപൊളി സാധനമാണ്. ചുണ്ടിന് യാതൊരു പ്രശ്നവും വരത്തില്ല. അപ്പം ബീട്രൂട്ട് നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ബീട്രൂട്ടൊക്കെ ഞങ്ങളിവിടെ അരിയുമ്പോൾ തന്നെ അതിൻ്റെ തോടെടുത്ത് ഞങ്ങൾ ചുണ്ടിലിട്ട് അരയ്ക്കാറുണ്ട്. നമുക്കതിനൊരു കളർ ഇട്ടുണ്ട്. ഇത് പക്ഷേ അതിനേക്കാൾ ഇച്ചിരി നല്ലതാണ്. ഗ്ലിസറിനും ഒക്കെ ചേർന്നതാണ്. അപ്പം നെയ്യും എല്ലാം ഉണ്ട്. അപ്പം നല്ലൊരിതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ലിപ് ബാമിൻ്റെ വീഡിയോ ഇതാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ കണ്ടതിന് ശേഷമേ എല്ലാവരും പോകാവുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കി വെച്ചു അതിൻ്റെ റിസൾട്ടും പറയണേ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ, നമ്മുടെ മുറ്റമൊക്കെ ശരിക്കും അങ്ങ് അലങ്കോലമായി. ഒന്ന് കാട് പറിക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് മഴ ഇങ്ങോട്ട് വരും. പിന്നെ അത് റിലോക്കട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇഷ്ടം പോലെ ചപ്പ് കയറി. അതുപോലെ ചെടിയൊക്കെ ആണെങ്കിലും എല്ലാം ഒരുമാതിരി വല്ലാതെ വളർന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ജോലിയാണ് കേട്ടോ. ഈ ചെടിയെല്ലാം കൊണ്ട് നടുക, അത് വൃത്തിയാക്കുക, എല്ലാം എൻ്റെ ജോലിയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മരുന്ന് തെളിച്ചില്ലായിരുന്നു കരിഞ്ഞു പോകാനായിട്ട്. ആ തെളിച്ചതിൻ്റെയാണ്. മഴയും കൂടെ ആയിട്ട് പോലും ഇത്രയും കരിഞ്ഞു കേട്ടോ. സാധാരണ മഴ പെയ്താലും നമ്മളിങ്ങനെ മരുന്നൊക്കെ തെളിച്ചാൽ അത് പ്രയോജനപ്പെടുകയെന്ന് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും ഇത് ഇത്രയും കാട് കരിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ അവിടുത്തെ അത് 2 ദിവസം ഒരു ചെറിയ വെയിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത്രയും കരിഞ്ഞത്. അപ്പോൾ ഞാൻ ആ വീടിൻ്റെ വാതിൽക്കവശമായതുകൊണ്ട് അത് വല്ല ഒന്ന് അരിവാൾ കൊണ്ട് ചുമ്മാ തോട്ടി നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാം ഇങ്ങനെ പറഞ്ഞ് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ ഒതുക്കിയിട്ടേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തീയിടും. അപ്പോൾ അവിടെ കുറേ അല്ലാത്ത ചപ്പ് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചേർത്ത് അത് ഇട്ടിട്ടില്ലേ. അപ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിലെ സ്ഥലമാണ് അപ്പുറത്ത്. അപ്പോൾ അവിടുത്തെ വാഴയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇതൊക്കെ ഒഴിച്ചാൽ വാഴയ്ക്കൊക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ടെങ്ങും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതെല്ലാം ഒന്ന് വൃത്തിയാക്കി. എന്നിട്ട് ഒരു പൂച്ച വന്നിരിക്കുന്നുണ്ട്. ഇവിടെ മുഴുവൻ പൂച്ചയുടെ ശല്യം വന്നി. പന്നപ്പൂച്ച കണ്ണ് തെറ്റി അടുക്കളയിൽ കയറും.
അതുപോലെ ശല്യമാണ്, കിട്ടുന്ന എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന ഈ ചെടി ഇതൊക്കെ അങ്ങ് പരന്നങ്ങ് നിൽക്കുക. അതുവഴി വണ്ടി കയറി ഇറങ്ങുകയും ചെയ്യുമ്പോണ്ടല്ലോ അതങ്ങ് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അതൊന്ന് കുറേ ദിവസം കൊണ്ടൊന്ന് കട്ട് ചെയ്ത് വിടണമെന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ അതിൻ്റെ കുറേ കൊമ്പ് കട്ട് ചെയ്ത് കൊടുത്തു. ഇത്രയും വിടണ്ടായിരുന്നു എന്ന് എന്നോട് ഏട്ടൻ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലൗസ് കഴിഞ്ഞ ദിവസം തയ്ച്ചത്, നമുക്ക് കാട് പറിക്കാനൊക്കെ വേണ്ടി ഞാൻ കൈ തയ്ച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴാണ് അത് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ കാട് പറിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ കൈയും നോകത്തില്ല. അതുപോലെ കയ്യിൽ ഈ മഴയൊക്കെ പെയ്തൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം ചെളിയും വെള്ളമൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും നമ്മുടെ കയ്യിലൊന്നും അത്ര അഴുക്കായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. നല്ലപോലെ നമുക്ക് പറിക്കാനും പറ്റും. മറ്റേ നമ്മൾ ഇച്ചിരി പറിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നഖത്തിൻ്റെ തുമ്പ് ഇങ്ങനെ വേദന എടുക്കാൻ തുടങ്ങും. നമ്മൾ ഈ പൊടിക്കാടൊക്കെ ഇങ്ങനെ കുഞ്ഞതായിട്ട് ഇങ്ങനെ കുഞ്ഞു കാടൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് കൈയുടെ തുമ്പൊക്കെ നമുക്കങ്ങ് വേദന എടുക്കും. എല്ലാം പറിച്ച്, പക്ഷേ ഇത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. അപ്പോൾ കാട് പറിക്കലും എല്ലാം കഴിഞ്ഞ് തൂത്തുവാരിച്ചും എല്ലാം കഴിഞ്ഞ് നല്ല വെയിലുണ്ടായിരുന്നു ഇന്ന്. നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിൽ രാവിലെയൊക്കെ ഒരു ചെറിയ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഴ പെയ്തിട്ടില്ല, പക്ഷെ നല്ല വെയിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ സൈഡിൽ മാത്രമേ പറിച്ചുള്ളൂ. വെയിലിന് ഭയങ്കര ചൂടുമാണ്. വൈകിട്ടിനി മഴയ്ക്കാണല്ലോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ, നല്ല ചൂടുമാണ്. അപ്പം ഞാൻ നമ്മുടെ ലിപ് ബാം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിന് മുമ്പ് ഇതും കൂടെ പറഞ്ഞിട്ട്, ഇതുണ്ട് ഗ്ലൗസ് ഞാൻ കയ്യിൽ നിന്ന് ഊരുവാണേ. ഊരി കഴിഞ്ഞ് നമ്മുടെ കൈ കണ്ടോ, ഒരു ശകലം പോലും അഴുക്ക് പറ്റിയിട്ടില്ല. ഇനി അത് കഴുകി ഞാൻ അവിടെ ഇടും. ഇനി അടുത്ത പ്രാവശ്യം അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമുക്കതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ കൈ ഒരു ശകലം പോലും മണ്ണ് പറ്റിയിട്ടില്ല കേട്ടോ. അത് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഇതായിട്ട് കിട്ടി. അപ്പോൾ ഇനി അത് കഴുകിയെടുത്ത് വിരിച്ചിടും. വിരിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ലിപ് ബാം ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ സ്റ്റിക്ക് കണ്ടില്ലായിരുന്നോ, അത് നേരത്തെ ഞാനൊരു അത്ര നല്ല ലിപ്സ്റ്റിക്കൊന്നും അല്ലായിരുന്നു. എനിക്ക് പറ്റുന്നില്ലായിരുന്നു, അതെനിക്ക് അലർജി ആയിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത് മുഴുവൻ തോണ്ടിയെടുത്ത് കളഞ്ഞ് തുണി കൊണ്ട് അതിനകത്തെല്ലാം നല്ലപോലെ തുടച്ചതിന് ശേഷമാണ് കേട്ടോ അതിനകത്തോട്ട് ഒഴിച്ചത്. ഞാനൊരു ഇച്ചിരിയും കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി അതിനകത്തോട്ട് തന്നെ വീണ്ടും ഒഴിക്കുകയാണെങ്കിൽ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ്. മിറ്റമെല്ലാം ക്ലീനെല്ലാം ആക്കി നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.